ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ ദിവ്യ, ഗൈനക്കോളജിസ്റ്റ്. മാസമുറ സമയത്ത് സാനിറ്ററി പാഡ്സിനു പകരമായി വളരെ എഫക്റ്റീവായി, വളരെ ഗുണപ്രദമായി, എക്കോ ഫ്രണ്ട്ലിയായി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓൾട്ടർനേറ്റീവാണ് മെൻസ്ട്രൽ കപ്പ്. അപ്പം ഇതാണ് ഈ മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്ന ഡിവൈസ്. ഓക്കെ, അപ്പം നമുക്കിന്ന് മെൻസ്ട്രൽ കപ്പിനെ കൂടുതലായി പരിചയപ്പെടാം. സാനിറ്ററി പാഡ്സിൽ നിന്ന് ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്ന പലരും നമുക്കിടയിൽ ഉണ്ടായിരിക്കും, അല്ലേ? അപ്പം നിങ്ങളിൽ പലരും ഈ മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് സോഷ്യൽ മീഡിയാസിലും നിങ്ങളുടെ ഫ്രണ്ട്സ് മുഖേനയും മെഡിക്കൽ പേഴ്സൺസ് വഴിയും ഒക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഈ ടോക്ക് ഇന്ന് സ്ത്രീകൾക്ക് മാത്രമുള്ളതല്ല കേട്ടോ. ഭാര്യമാരുള്ള പുരുഷന്മാർക്കും പെൺമക്കളുള്ള മാതാപിതാക്കൾക്കും ഒക്കെ ഇത് ഉപയോഗപ്രദമായിരിക്കാം. അപ്പോൾ ആദ്യമായി എന്താണ് ഈ മെൻസ്ട്രൽ കപ്പ്? അപ്പോൾ ഈ മെൻസ്ട്രൽ കപ്പ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ പീരിയഡ്സിന്റെ സമയത്തുള്ള മെൻസ്ട്രൽ ബ്ലഡിനെ ഈ കപ്പിൽ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് മെഡിക്കൽ ഗ്രേഡ് സിലിക്കോൺ എന്ന വസ്തു കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് യാതൊരു വിധത്തിലുള്ള അലർജിക് റിയാക്ഷൻസും ഉണ്ടാക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് പീരിയഡ്സിന്റെ സമയത്തുള്ള ബ്ലഡിനെ ഇതിൽ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് മനസ്സിലായല്ലോ. അതേസമയം ഈ സാനിറ്ററി പാഡ്സും അതുപോലെ ടാമ്പൂൺസ് ഒക്കെ എന്താ ചെയ്തിരുന്നത്? അത് മെൻസ്ട്രൽ ബ്ലഡിനെ അബ്സോർബ് ചെയ്യുകയാണ്, വലിച്ചെടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. എന്നിട്ട് അതിലുള്ള കുറച്ച് കെമിക്കൽസ് അതിനെ ജെൽ രൂപത്തിലാക്കി മാറ്റുകയാണ് ചെയ്തിരുന്നത്. ആയതുകൊണ്ട് തന്നെ പാഡ്സും അതുപോലെ തുണിയും ടാമ്പൂൺസ് ഒക്കെ യൂസ് ചെയ്യുന്നവരിൽ പലർക്കും കുറെ ഇറിറ്റേഷൻ, അലർജിക് റിയാക്ഷൻ, തുടക്കിടിക്കിലെ ചൊറിച്ചിൽ, അങ്ങനെ പല പല ബുദ്ധിമുട്ടുകളും കംപ്ലൈൻറ്റ് പറയാറുണ്ടായിരുന്നു. ആ കംപ്ലൈൻറ്റ്സ് എല്ലാം ഇത് യൂസ് ചെയ്യുന്നതോടുകൂടെ ഇല്ലാതാവുകയാണ്. കാരണം ഇത് അബ്സോർവ് ചെയ്യുകയല്ല, ഇതിൽ മെൻസ്ട്രൽ ബ്ലഡിനെ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. അപ്പം ഇത് സിലിക്കോൺ നിർമ്മിതമായ മെഡിക്കൽ ഗ്രേഡ് സിലിക്കോൺ കൊണ്ട് നിർമ്മിതമായതിനാൽ അലർജിക് റിയാക്ഷൻസും കുറവാണ്. സാനിറ്ററി പാഡ്സിനെ അപേക്ഷിച്ച് ഈ മെൻസ്ട്രൽ കപ്പ് വളരെ വളരെ വളരെയധികം കംഫർട്ട് തരും എന്നതുപോലെ തന്നെ ഇത് വളരെ എക്കോ ഫ്രണ്ട്ലിയും അതുപോലെ തന്നെ വളരെ എക്കണോമിക്കലുമാണ്. ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. 2-2.5 വർഷമായി, ഇപ്പം എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുകയാണ്, ഞാൻ ഏകദേശം 2-2.5 വർഷമായി ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ആദ്യത്തെ 1-2 മാസം എനിക്ക് ഇതിൻ്റെ ഞാൻ ഡോക്ടറായിട്ട് കൂടെ എനിക്കിതിൻ്റെ ടെക്നിക്ക് ഓഫ് ഇൻസേർഷൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു. ഡോക്ടറായിട്ട് കൂടെ എന്ന് ഞാൻ പറഞ്ഞത് അനാട്ടമിയൊക്കെ ഏകദേശം എനിക്ക് അറിയാമല്ലോ. ഗർഭപാത്രത്തിൻ്റെ ഭാഗങ്ങളും എവിടെ ഇൻസേർട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ അറിയാവുന്നതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. അപ്പം എന്നിട്ട് പോലും എനിക്ക് ഒരു ആദ്യത്തെ 1-2 മാസം ഇതിൻ്റെ ഉപയോഗം കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നിയെന്നത് സത്യം തന്നെയാണ്. പക്ഷെ ആ ടെക്നിക്ക് ഓഫ് ഇൻസേർഷനൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇതെനിക്ക് വളരെ വളരെ ഇപ്പം എനിക്ക് വളരെ കംഫർട്ടാണ്. പണ്ട് പീരിയഡ്സ് ആവാനുള്ള ഡേറ്റ് ആയി, ഇനി 3-4-5 ദിവസം പാഡ്സ് യൂസ് ചെയ്യുന്നത് അങ്ങനത്തെയൊക്കെയുള്ള ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതൊന്നും ഇപ്പം ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് ഇത് ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യും. ഇറ്റ്സ് വെരി നൈസ്. പിന്നെ വളരെ എക്കോ ഫ്രണ്ട്ലിയാണ്. അതായത് പാഡ്സിൻ്റെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതെങ്ങനെ നമ്മൾ ഡിസ്പോസ് ചെയ്യും എന്നുള്ളതൊരു വളരെ ബുദ്ധിമുട്ടുള്ള പ്രശ്നം തന്നെയാണ് ആയിരുന്നു. അപ്പം ആ ഒരു പ്രശ്നം ഇല്ലാതെയാവുകയാണ്, സോൾവ് ചെയ്യപ്പെടുകയാണ് ഈ മെൻസ്ട്രൽ കപ്പ് വഴി. കാരണം ഇതിൽ ബ്ലഡ് കളക്ട് ചെയ്യുകയാണ്. അത് നമുക്ക് ടോയ്ലറ്റിൽ കളഞ്ഞ് ഫ്ലഷ് ചെയ്യാവുന്നേ ഉള്ളൂ, കഴിഞ്ഞു. വീണ്ടും നമുക്കിത് കഴുകി യൂസ് ചെയ്യാവുന്നതാണ്. മനസ്സിലായല്ലോ. പിന്നെ വളരെ എക്കണോമിക്കലുമാണ്. കാരണം ഈ ഒരു കപ്പിന് എനിക്ക് ഏകദേശം 300 to 500 ആ റേഞ്ചിലാണ് ഈ കപ്പിന് വന്നത്. ഒരു 300 to 1000 റേഞ്ചിലുള്ള പല വെറൈറ്റി, പല ബ്രാൻഡ് കപ്പുകൾ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ ഒരു കപ്പ് വാങ്ങിയാൽ നമുക്കിത് ഏകദേശം 10 years വരെ യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. നമ്മൾ പ്രോപ്പർലി ക്ലീൻ ചെയ്തൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ 10 years വരെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം നിങ്ങൾ സാനിറ്ററി പാഡ്സിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് അത്യാവശ്യം ഒരു ഫ്ലോ ഉള്ള പീരിയഡ്സിലാണെങ്കിൽ എത്ര സാനിറ്ററി പാഡ്സ് വേണം? ഒരു 1, 2, 3 പാക്കറ്റ് സാനിറ്ററി പാഡ്സ് ഏകദേശം 40 രൂപ വില വരുന്ന ഒരു പാക്കറ്റ് ആണെങ്കിൽ 120 രൂപ, 150 രൂപ കൂട്ടാം. അപ്പം ഇത് എല്ലാ മാസവും ഈ 150 രൂപ നിങ്ങൾക്ക് ചിലവ് വരുവാണ്. അപ്പം ഒരു വർഷം അല്ലെങ്കിൽ പീരിയഡ്സ് ഉണ്ടാവുന്ന വർഷങ്ങളിൽ നിങ്ങൾ 10 വർഷത്തേക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് എത്ര ചിലവ് വരും. പക്ഷെ ഇതിന് നമുക്ക് ഈ ഒരു 10 വർഷത്തേക്ക് ഈ ഒരു
300 മുതൽ 1000 രൂപയുടെ ഇടയിലുള്ള ഈ ഒരു ചിലവേ വരുന്നുള്ളൂ. അപ്പം ഇറ്റ്സ് സോ എക്കണോമിക്കൽ ഓൾസോ അല്ലേ. ഒരല്പം അനാറ്റമി പറഞ്ഞു തരാം. അതായത് ഇതാണ് നമ്മുടെ മൂത്രസഞ്ചി, മൂത്രദ്വാരം. ഇതാണ് മലദ്വാരം. ഇതാണ് യോനിദ്വാരം. ഇത് ഗർഭപാത്രം. ഇത് ഗർഭപാത്രത്തിന്റെ അടിഭാഗം, ഗർഭപാത്ര മുഖം അല്ലെങ്കിൽ സെർവിക്സ്. ഇതാണ് വജൈന. സെർവിക്സിന്റെ താഴെയുള്ള ഭാഗമാണ് വജൈന. വജൈനയാണ് ഇവിടെ, അതിലൂടെയാണ് ഈ മെൻസ്ട്രൽ ബ്ലഡ് പുറത്തോട്ട് വരുന്നത്. അപ്പം നമ്മൾ ഈ യോനിദ്വാരത്തിലൂടെ ഈ മെൻസ്ട്രൽ കപ്പ് ഈ ഗർഭപാത്രത്തിന്റെ അടിഭാഗത്തായിട്ടാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഈ ഗർഭപാത്രത്തിൽ നിന്ന് വരുന്ന ബ്ലഡ് ഇതിലോട്ട് കളക്ട് ചെയ്യപ്പെടും. ഓക്കെ. ഇനി ഈ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുമ്പോൾ പലർക്കുള്ള ഡൗട്ടാണ് ഇത് മൂത്രം പോകുന്നതിനെയും മലം പോകുന്നതിനെയും ബാധിക്കുമോ എന്നുള്ളത്. അപ്പം അങ്ങനത്തെ ഒരു ഡൗട്ട് വരണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് മുൻകൂട്ടി പറയുന്നത്. എന്ന് വെച്ചാൽ ഇത് നമ്മൾ യോനിദ്വാരത്തിലാണ് ഈ മെൻസ്ട്രൽ കപ്പ് വെക്കുന്നത്. മൂത്രദ്വാരം ഇവിടെയാണ്, മലദ്വാരം ഇവിടെയാണ്. അപ്പൊ ഇത് മൂത്രം പോകാനുള്ള ബുദ്ധിമുട്ടോ മലം പോകാനുള്ള ബുദ്ധിമുട്ടോ ഉണ്ടാക്കുന്നില്ല. ഓക്കെ. ഇനി ഈ മെൻസ്ട്രൽ കപ്പ്, ഏത് സൈസ് മെൻസ്ട്രൽ കപ്പാണ് ഓരോരുത്തർക്ക് വേണ്ടത് എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അപ്പം മെൻസ്ട്രൽ കപ്പ് 3 സൈസിൽ അവൈലബിൾ ആണ്, ഓരോ ബ്രാൻഡുകൾ അനുസരിച്ച്. ചില ബ്രാൻഡിൽ ഇത് സ്മോൾ, മീഡിയം, ലാർജ് എന്നാണ്. ചില ബ്രാൻഡിൽ ഇത് 1, 2, 3 എന്ന രീതിയിലാണ്. അപ്പം ഇത് ഏത് സൈസാണ് നമുക്ക് സൂട്ടബിൾ എന്നിങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ, സ്മോൾ സൈസ് എന്ന് പറയുന്നത് അത് സാധാരണയായി ഈ ടീനേജ് പിള്ളേർക്കും, അതായത് സെക്ഷൽ ലൈഫൊന്നും സ്റ്റാർട്ട് ചെയ്യാത്ത, കല്യാണം കഴിക്കാത്ത ആളുകൾക്കൊക്കെയാണ് നമ്മൾ മെയിൻലി റെക്കമെൻഡ് ചെയ്യുന്നത് സ്മോൾ സൈസ്. അതുപോലെ മീഡിയം സൈസ്, അത് കല്യാണം കഴിഞ്ഞ് പിള്ളേരാവാത്തതോ അല്ലെങ്കിൽ സി സെക്ഷൻ വഴി സുഖപ്രസവം നടക്കാത്തവരിലൊക്കെയാണ് മീഡിയം സൈസ് യൂസ് ചെയ്യുന്നത്. ഇനി ലാർജ് സൈസ് സുഖപ്രസവം നടന്ന ആളുകളിൽ, അതായത് സുഖപ്രസവമൊക്കെ നടന്ന ആളുകളാകുമ്പോൾ അവിടെ കുറച്ചും കൂടെ ഒന്ന് വികസനമൊക്കെ വന്നിട്ടുണ്ടാകും, കുറച്ച് ലൂസായിട്ടുണ്ടാവും അവിടുത്തെ മസിൽസ് ഒക്കെ. അപ്പം അങ്ങനത്തെ ആളുകളിൽ നമുക്ക് ലാർജ് മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാം. പിന്നെയുണ്ട്, പിന്നെ ചിലർക്ക് ചിലപ്പം ഈ ഗർഭപാത്രം കുറച്ച് താണിയിരിക്കും. അപ്പം അങ്ങനത്തെ ആളുകൾക്ക് ചിലപ്പോൾ നമുക്ക് ലാർജ് കപ്പ് യൂസ് ചെയ്താൽ ചിലപ്പോൾ അത് ഒത്തിരി പുറത്തോട്ട് തള്ളി നിൽക്കാം. ചിലപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് നമുക്ക് സ്മോൾ സൈസ് യൂസ് ചെയ്യേണ്ടി വരും. അത് നമുക്ക് ചിലപ്പം ഇട്ട് നോക്കിയിട്ടൊക്കെ ചിലപ്പോൾ മീഡിയം സൈസ് നമ്മൾ പ്രതീക്ഷിച്ചാലും ചിലപ്പോൾ അത് ലാർജ് സൈസ് വേണ്ടി വരും. അത് നമുക്ക് ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ നമുക്ക് ഇട്ട് നോക്കി തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റുള്ളൂ. എന്നാലും ഇങ്ങനെയാണ് സ്മോൾ, ലാർജ്, മീഡിയം, ഇങ്ങനെ 3 സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ. ഇനി ഇതിനെ നമ്മൾ ഇപ്പം ഈ മെൻസ്ട്രൽ കപ്പിൻ്റെ ഈ ഇൻസേർഷൻ, അതായത് ഇത് ഉള്ളിലോട്ട് കയറ്റുന്ന രീതിയും അതുപോലെ ഇത് എടുക്കുന്ന രീതിയും മനസ്സിലാക്കിയാൽ അത് ചിലപ്പോൾ ആദ്യത്തെ 1-2 മാസം കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ അത് നമ്മൾ ക്ഷമയോടുകൂടെ അതൊന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് സോ സിമ്പിൾ, ഇറ്റ്സ് സോ നൈസ്. ഓക്കെ. അപ്പം ഇത് ഇൻസേർട്ട് ചെയ്യാനുള്ള രീതി ഞാൻ പറഞ്ഞുതരാം. ഇൻസേർട്ട് ചെയ്യാൻ മെയിൻലി പറയുന്നത് 2 രീതിയിലാണ്. ഇത് സിലിക്കോൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ സോ ഫ്ലെക്സിബിൾ കണ്ടില്ലേ. നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇങ്ങനെ മടക്കാം, ഇങ്ങനെ നമുക്ക് മടക്കാൻ പറ്റും. അപ്പം ഇത് നമ്മൾ ഇങ്ങനെ മടക്കി ഇതിങ്ങനെ സി ഷേപ്പ്, കണ്ടോ, ഇങ്ങനെ സി ഷേപ്പ് ആക്കി എഴുതിയതിന് ശേഷം ഒന്നല്ലെങ്കിൽ നമ്മൾ യൂറോപ്യൻ ക്ലോസറ്റ് ആണെങ്കിൽ നമുക്ക് ക്ലോസറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്കിത് ഉള്ളിലോട്ട് വെക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ക്ലോസറ്റിന്റെ മുകളിലോ അല്ലെങ്കിൽ ബാത്റൂം സ്റ്റൂളൊക്കെ ഉണ്ടാവില്ലേ, അതിന്റെ മുകളിൽ ഒരു കാല് വെച്ചതിന് ശേഷം നമ്മുടെ മറ്റു കൈ കൊണ്ട് ലെബിയ, അതായത് നമ്മളവിടെ സെപ്പറേറ്റ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമുക്കിത് ഉള്ളിലോട്ട് കയറ്റാം. അപ്പോൾ ഏകദേശം ഒരു കുറച്ചൊരു 3/4 ഉള്ളിലോട്ട് കയറിയതിന് ശേഷം ജസ്റ്റ് നമ്മൾ ഒന്ന് ഫിംഗർ കയ്യിലിട്ട് ഒന്ന് ഇത് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ ഈ സി ഷേപ്പ് ഫുള്ളി ഇതായി അത് ഗർഭപാത്രത്തിന്റെ അടിഭാഗത്ത് ഫിറ്റ് ആയിട്ടിരിക്കും. മനസ്സിലായല്ലോ. അപ്പൊ ഇതാണ് ഒരു രീതി ഓഫ് ഇൻസേർഷൻ, അതായത് ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് സി ഷേപ്പ് ആക്കി നമുക്ക് കയറ്റാം. പിന്നെ വേറൊരു രീതി എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ സി ഷേപ്പായി കയറ്റുന്നത് ഈ ടീനേജ് കുട്ടികൾക്കും അതുപോലെ ആദ്യമായി ഇൻസേർട്ട് ചെയ്യുന്ന ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് 2 months യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാം. അപ്പോൾ അങ്ങനത്തെ ആളുകളിൽ പറയുന്നത് പഞ്ച് മെത്തേഡ് ഇൻസേർഷൻ, അതായത് ഇത് ഇങ്ങനെയാക്കി ഈ ഒരു ഷേപ്പിലാക്കിയിട്ട് ഇങ്ങനെ
ദിസ് ഇസ് ദ പഞ്ച് മെത്തേഡ് ഓഫ് ഇൻസെർഷൻ. ഇങ്ങനെ ആക്കിയിട്ട് ഇത് കയറ്റുന്നതിനെയാണ് പഞ്ച് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് വേറെ മെത്തേഡ് ഓഫ് ഇൻസെർഷൻ. അപ്പം ആ മെല്ലെ ഇത് ഒരു കാല് കുറച്ച് പൊക്കി വെച്ച് അവിടെ സെപ്പറേറ്റ് ആ യോനി ഭാഗം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ച് മറ്റേ കൈ കൊണ്ടൊന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കുക, പിടിക്കുക. എന്നിട്ട് ഇത് മെല്ലെ ഇൻസേർട്ട് ചെയ്യുക. അപ്പം കുറച്ച് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ഒരു ഫിംഗർ ജസ്റ്റ് ഇട്ടിട്ട് ഇതൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഈ നമ്മൾ ഫോൾഡ് ചെയ്തത് തിരിച്ച് റെഡിയാവും. അതിൻ്റെ ഗർഭപാത്രത്തിൻ്റെ അടിഭാഗത്ത് നന്നായി ഫിറ്റായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ഏകദേശം അതിലിങ്ങനെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൽ കാണാൻ പറ്റും. ഇവിടെ മാർക്കിങ്സ് ഉണ്ട്. 5 ml, 10 ml, 15 ml, 20 ml വരെ അങ്ങനെ മാർക്കിങ്സ് ഉണ്ട്. അപ്പം ഒരു സ്മോൾ സൈസിൽ, മീഡിയം സൈസ്, ലാർജ് സൈസിലൊക്കെ അതിൻ്റെതായ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പം ഇത്രയും ബ്ലഡ്, ഇപ്പോൾ ഇതൊരു 20 ml ആണ്. അപ്പോൾ ഇതിൽ 20 ml ഓഫ് ബ്ലഡ് വരെ കളക്ട് ചെയ്യാം. അപ്പം ഇത് എത്ര നേരം വെക്കാം എന്നുള്ളത് സാധാരണ പറയുന്നത് ഇത് 8 to 10 hours, 8 to 12 hours വരെ വെക്കാം എന്നാണ് പറയുന്നത്. 8 to 12 hours എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സോ കംഫർട്ടബിൾ. ഇപ്പോൾ അത്യാവശ്യം നല്ല ഫ്ലോ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ 2 hours കൂടുതൽ പാഡ് മാറ്റേണ്ടി വരുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ അപേക്ഷിച്ച് ഇത് 6 to 8 hours ഒക്കെ ഒരു പ്രശ്നമില്ലാണ്ട് ചിലപ്പോൾ നമുക്ക് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇൻസെർഷനെ കുറിച്ച് അതാണ്. പിന്നെ ഇത് വിഡ്രോവൽ എങ്ങനെയാണ് നമ്മൾ ഇത് എടുക്കുന്നത്. അപ്പോൾ ഇതിന് ഇവിടെ നിങ്ങൾ കണ്ടോ, ഒരു ഇത് കണ്ടോ, ഈ ഒരു നോബ് പോലെ. അപ്പം ഇതിൽ പിടിച്ച് വലിച്ചിട്ടല്ല ഇത് എടുക്കേണ്ടത്. ഇത് ഉള്ളിൽ ഫിറ്റായി ഇരിക്കുമ്പോൾ നമ്മൾ എന്താ ഇവിടെ കുറച്ച് ചെറിയ ലൈൻസ് ഉണ്ട് കാണാം. ഇത് ഗ്രിപ്പ് ലൈൻസ് ആണ്. ഈ ഗ്രിപ്പ് ലൈൻസിൽ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു വാക്വം, ഒരു സക്ഷൻ ഇഫക്റ്റാണ് ഇതിൻ്റെ ഉള്ളത്. അത് ആ എയർ അങ്ങ് പോവും. എന്നിട്ട് മെല്ലെ വലിച്ചു കഴിഞ്ഞാൽ ഇത് മെല്ലെ ഇങ്ങോട്ട് നമുക്ക് സ്മൂത്തായിട്ട് എടുക്കാം. എന്നിട്ട് ഇതിലുള്ള ബ്ലഡ് നമുക്ക് കളഞ്ഞ് ഫ്ലഷ് ചെയ്യാം, ടോയ്ലറ്റിൽ കളഞ്ഞ് ഫ്ലഷ് ചെയ്യാം. ഓക്കെ, അപ്പം ഇൻസെർഷനും എങ്ങനെ ഇൻസെർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു തന്നു, എങ്ങനെ ഇത് എടുക്കുന്നു എന്ന് പറഞ്ഞു തന്നു. അതിൻ്റെ ഒരു ലേണിംഗ് കർവ്, അതൊരു നല്ല മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് സോ സിമ്പിൾ. ഇനി ഇത് എങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യുന്നു. അപ്പം നമ്മളിത് വാങ്ങുമ്പോൾ, ഇതിപ്പോൾ എവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് വെച്ചാൽ ഇപ്പോൾ ആമസോണിലൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെ മെഡിക്കൽ ഷോപ്പുകളിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതൊരു പൗച്ചിലാണ് കിട്ടുക നമുക്ക്. അപ്പോൾ ഫസ്റ്റ് ഇനീഷ്യലി നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ നമുക്കിതൊന്ന് വേണമെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഇത് മൂടത്തക്ക രീതിയിൽ നമുക്ക് വെള്ളം എടുത്ത് ഒരു 5 to 6 minutes നല്ല തിളപ്പിക്കാം. അതിനുശേഷം നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം, യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് പീരിയഡ്സിൻ്റെ സമയത്ത് നമ്മൾ ഓരോ സമയം ഇൻസേർട്ട് ചെയ്ത് എടുത്ത് നമ്മളത് ഇതാക്കി നമുക്ക് സാധാരണ നമ്മുടെ ബാത്റൂമിലെ ടാപ്പ് വാട്ടറിൽ നന്നായി കഴുകിയാൽ മതി. നല്ല രീതിയിൽ കഴുകിയാൽ മതി. ഓക്കെ, പിന്നെ സോപ്പും ഡെറ്റോളും ഒന്നും അധികം യൂസ് ചെയ്യാൻ പറയുന്നില്ല. പക്ഷെ കാരണം അങ്ങനത്തെ കെമിക്കൽസ് എല്ലാം ചിലപ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാക്കും. എന്നാൽ നന്നായി ടാപ്പ് വാട്ടറിൽ കഴുകിയാൽ മതി എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ പീരിയഡ്സ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഒന്നും കൂടെ നമ്മൾ ഇനീഷ്യലി ചെയ്ത പോലെ സ്റ്റെറിലൈസ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ആ പൗച്ചിൻ്റെ ഉള്ളിലാക്കി എടുത്തു വയ്ക്കാം. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് മന്ത് പീരിയഡ്സ് വരുമ്പോൾ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം. അപ്പം പീരിയഡ്സിൻ്റെ മുന്നേയും പീരിയഡ്സ് കഴിഞ്ഞിട്ടും ഇതൊന്ന് സ്റ്റെറിലൈസ് ചെയ്ത് വെക്കുന്നത് നല്ലത്. ഓക്കെ, അവർ ചില കപ്സിൻ്റെ ഇതിലവർ ജസ്റ്റ് ടാപ്പ് വാട്ടർ ക്ലീനിങ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പം നല്ല രീതിയിൽ ക്ലീൻ ചെയ്താൽ മതി. വേറെ സോപ്പോ കെമിക്കൽസോ ഒന്നും യൂസ് ചെയ്യാൻ അവർ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ക്ലീനിങ്ങിനെ കുറിച്ച്. ഇനി ചിലർക്ക് പല ഡൗട്ട്സ് ഉണ്ട്. പലരുടെയും ഡൗട്ട്സ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ചിലരുണ്ട് ഇത് കോപ്പർ ടീ ഒക്കെ ഇട്ട ആൾക്കാരുണ്ടാവും, അവർക്കിത് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരു ഡൗട്ടാണ്. അപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ കോപ്പർ ടീ എന്ന് പറഞ്ഞാൽ കോപ്പർ ടീ ഗർഭനിരോധന മാർഗമാണെന്ന് അറിയാലോ. അപ്പോൾ അതിൻ്റെ ഒരു ത്രെഡ് താഴത്തേക്ക് അവൈലബിൾ ഉണ്ടല്ലോ. ആ ത്രെഡ് ഒത്തിരി വലുപ്പത്തിൽ താഴേക്ക് കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് എടുക്കും. ഇതിങ്ങനെ ഒരു സക്ഷൻ ഇഫക്റ്റ് ആണല്ലോ ഇതിൽ. അപ്പം നമ്മൾ ഇത് റിലീസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ആ ത്രെഡും അതോടുകൂടെ ചിലപ്പോൾ കോപ്പർ ടീ പോരാ. അപ്പം കോപ്പർ ടീ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ആ ത്രെഡ് നിങ്ങൾ ഡോക്ടറെ കാണിച്ച് ആ ത്രെഡിൻ്റെ വലിപ്പം ഒന്നും കൂടെ കട്ട് ഷോട്ട് ചെയ്ത് നല്ലതായിരിക്കും ഇത് യൂസ് ചെയ്യുമ്പോൾ. പിന്നെ മറ്റൊരു ഡൗട്ട് എന്താണ്, ഇത്
ടീനേജ് കുട്ടികൾക്ക് യൂസ് ചെയ്താൽ കന്യകാചർമ്മം, അതായത് ഹൈമൻ ബ്രേക്ക് ചെയ്യില്ലേ എന്ന്. ഈ ഹൈമൻ ബ്രേക്ക് ചെയ്യില്ലേ എന്ന് ചോദിച്ചാൽ ഇപ്പം ഡാൻസ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ, സ്വിമ്മിങ് ചെയ്യുന്ന കുട്ടികൾ, സൈക്ലിംഗ് ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ ഈ കന്യകാചർമ്മം ചിലപ്പോൾ ബ്രേക്ക് ചെയ്തിരിക്കാം. അപ്പം ഇത് യൂസ് ചെയ്യുന്ന ടീനേജ് കുട്ടികളാണെങ്കിൽ അവർക്കും ആ ചർമ്മം ബ്രേക്ക് ചെയ്യാം. നമ്മൾ സ്മോൾ സൈസാണ് ടീനേജ് കുട്ടികൾക്ക് പറയുന്നത്. അപ്പം അത് ബ്രേക്ക് ചെയ്യുമല്ലോ എന്ന് വെച്ച് ഇത് യൂസ് ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല. കാരണം സോ കംഫർട്ടബിൾ ആണ് ഇപ്പം നമ്മുടെ പിള്ളേർക്ക് എപ്പോഴും കംഫർട്ടായിട്ട് അവർ യൂസ് ചെയ്യട്ടെ എന്ന രീതിയിലല്ലേ നമുക്ക് ചിന്തിക്കാം. അപ്പം ഹൈമൻ ബ്രേക്ക് ആവും എന്ന് വിചാരിച്ച് ഇത് യൂസ് ചെയ്യേണ്ട എന്ന് ഞാൻ പറയില്ല. അത് പിന്നെ നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാവുന്നതാണ്. മറ്റൊരു കാര്യം, ഇത് നമ്മൾ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ സി ഷേപ്പ് ആക്കിയ നമ്മൾ കയറ്റുന്നത്. എന്നിട്ട് ഈ സി ഷേപ്പ് ഫുള്ളായിട്ട് ഉള്ളിൽ ഇത് ഫുള്ളായിട്ട് ഈ ഫോൾഡ് ചെയ്തത് ഫുള്ളായിട്ട് അൺഫോൾഡ് ആയിട്ടില്ലെങ്കിൽ ചിലപ്പം ബ്ലഡ് സ്പില്ലേജ് വരാം. ഓക്കെ, അപ്പം ചിലപ്പോൾ ഉള്ളിൽ ഇത് ഇങ്ങനെ തന്നെയാണ് ഇരിക്കുക. അപ്പം ഇതിലൂടെ ഈ ഭാഗത്തിലൂടെ ചിലപ്പോൾ ബ്ലഡ് സ്പില്ലേജ് വരാം. ഓക്കെ, അപ്പം അത് ഫുള്ളായി അൺഫോൾഡ് ആയി, ഉള്ളിൽ അത് ഫുള്ളായിട്ട് അൺഫോൾഡ് ആയി എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കണം കേട്ടോ. അപ്പം ഏകദേശം മെൻസ്ട്രൽ കപ്പിനെ കുറിച്ച് ഒരുവിധം നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കൂ. ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിലെല്ലാം അതിന് ഉത്തരം തരാൻ നോക്കാം. അപ്പം ഇത് ഇപ്പം പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ മുണ്ടൊക്കെ ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. എൻ്റെ അമ്മമ്മയൊക്കെ അങ്ങനെ പറഞ്ഞായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം ആ പാഡ്സ് ഒക്കെ വന്ന സമയത്ത് അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മളൊക്കെ പാഡ്സ് യൂസ് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് അത് വേണോ, തുണി നന്നായി ക്ലീൻ ആക്കി ഉപയോഗിച്ചാൽ പോരെ എന്ന രീതിയിലൊക്കെ പല രീതിയിലും നമ്മൾ ഡിസ്കറേജ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയുള്ള ട്രാൻസിഷനാണ് ഈ സാനിറ്ററി പാഡ്സിൽ നിന്ന് ഈ മെൻസ്ട്രൽ കപ്പിലോട്ട് ഉള്ള ട്രാൻസിഷൻ എന്ന് പറയുന്നത്. അപ്പം ഇനിഷ്യലി അത് യൂസ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപേ ഉള്ള ഒരു ബുദ്ധിമുട്ട്, പക്ഷെ ഇത് യൂസ് ചെയ്ത് 2-3 മാസം യൂസ് ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ ഇൻസെർഷൻ രീതിയും വിഡ്രോവൽ രീതിയും ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് സോ സിമ്പിൾ, ഇറ്റ്സ് സോ നൈസ്, ഇറ്റ്സ് സോ എക്കോ ഫ്രണ്ട്ലി. അപ്പോൾ ഈ വീഡിയോ പുരുഷന്മാരും കൂടെ കാണണമെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരെ ഇത് യൂസ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. ഇതിൻ്റെ അതുപോലെ തന്നെ നിങ്ങളുടെ പെൺമക്കളെ ഇത് യൂസ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇറ്റ്സ് സോ നൈസ്. നിങ്ങൾക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഇത്രയും ഇത് കുറച്ച് നാളും കൂടെ മുന്നേ നമ്മളിത് അറിഞ്ഞില്ലല്ലോ എന്നൊരു ഫീലിംഗ് തന്നെ നിങ്ങൾക്ക് വരും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ബൈ.